ഹലോ ഫ്രണ്ട്സ്, ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫിഫ്ത്ത് മൊഡ്യൂളിലെ മൈക്രോ എക്കണോമിക്സിലെ ഫിഫ്ത്ത് മൊഡ്യൂളിലെ തിയറീസ് ഓഫ് കൺസംഷൻ എന്നതിലുള്ള റാറ്റ്ചെറ്റ് എഫക്റ്റിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അതായത് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ്. ഈ റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തിസിസ് പ്രധാനപ്പെട്ട രണ്ട് പ്രിപ്പോസിഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അത് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റും റാറ്റ്ചെറ്റ് എഫക്റ്റുമാണ്. അപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാറ്റ്ചെറ്റ് എഫക്റ്റിനെ പറ്റിയിട്ടാണ്. റാറ്റ്ചെറ്റ് എഫക്റ്റ്. The ratchet effect is based on the idea that it is harder for a household to reduce its consumption expenditures from a high level. ഹൗസ് അതിൻ്റെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഉയർന്ന തലത്തിൽ നിന്നും കുറയ്ക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റാറ്റ്ചെറ്റ് എഫക്റ്റ് വന്നിട്ടുള്ളത്. വെൻ ഇൻകംസ് ആർ ഫാളിംഗ്, കൺസംഷൻ വിൽ നോട്ട് ഫാൾ ബൈ ദി സെയിം എമൗണ്ട് ആസ് it will be difficult for the household to make a swift adjustment to a new standard of living. As incomes decline, households seek to maintain their standard of living and their consumption falls by less than their income. വരുമാനം കുറയുമ്പോൾ കൺസംഷൻ അതേ അളവിൽ കുറയില്ല. കാരണം പുതിയ ജീവിത നിലവാരത്തിലേക്ക് വേഗത്തിൽ മാറ്റം വരുത്താൻ ഹൗസ് ഹോൾഡ്സിന് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇൻകം കുറയുമ്പോൾ ഹൗസ് ഹോൾഡ് അവരുടെ ജീവിത നിലവാരം നിലനിർത്താൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ കൺസംഷൻ ഇൻകത്തേക്കാൾ കുറയുകയും ചെയ്യുന്നു. Only after its lower income persists for some time, the household lowers the consumption level. If a household experiences an increase in its relative income, it does not immediately raise the consumption level. The household will gradually raise its consumption to keep up with the higher income household. Thus, in the short run, changes in income do not affect consumption as much as they do in the long run. The short run MPC is smaller than the long run MPC. വരുമാനം കുറച്ചു കാലം തുടർന്നതിന് ശേഷം മാത്രമേ ഹൗസ് ഹോൾഡിന് ഉപഭോഗ നിലവാരം കുറയ്ക്കാൻ കഴിയുള്ളൂ. ഒരു ഹൗസ് ഹോൾഡിന് ഇൻകത്തിൽ വർധന അനുഭവപ്പെടുകയാണെങ്കിൽ അത് ഉടനടി ഉപഭോഗ നില ഉയർത്തുകയില്ല. അതുപോലെ ഹയർ ഇൻകമുള്ള ഹൗസ് ഹോൾഡിന് ഒരു ബന്ധം സ്ഥാപിക്കുന്നതോടു കൂടിയാണ് കൺസംഷന് ഉയരുന്നത്. അങ്ങനെ ഷോർട്ട് ടേമിലേക്ക് ഉള്ള ഇൻകം ചേഞ്ചസ് ലോങ് ടേം അടിസ്ഥാനത്തിൽ ചെയ്യുകയാണെങ്കിൽ അത് കൺസംഷനെ ബാധിക്കില്ല എന്നാണ് പറയുന്നത്. ദി റാറ്റ്ചെറ്റ് എഫക്റ്റ് ഈസ് ഷോൺ ഇൻ ദി ഫോളോയിങ് ഫിഗർ. റാറ്റ്ചെറ്റ് എഫക്റ്റ് നമുക്കൊരു ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണ് റാറ്റ്ചെറ്റ് എഫക്റ്റിൻ്റെ ഡയഗ്രാം. The initial level of income is Y0 and consumption is C0. Income rises along the long run function until it reaches Y2. Consumption increases to C2, but if income falls to Y0 due to a recession, consumption and income falls along the short run function BD. വരുമാനത്തിൻ്റെ ഇനീഷ്യൽ ലെവലാണ് വൈയും സിയും. ഇപ്പോൾ ഇതിൽ എക്സ് ആക്സിസിൽ നമുക്ക് ഇൻകം കാണാൻ കഴിയും, വൈ ആക്സിസിൽ കൺസംഷനും കാണാൻ കഴിയും. പിന്നെ അതിൻ്റെ നേരെ നമ്മൾ വരയ്ക്കുന്ന ഒരു ലൈനാണ് ലോങ് റൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വരുമാനത്തിൻ്റെ ഇനീഷ്യൽ ലെവലാണ് വൈയും സിയും. ലോങ് റൺ ഫംഗ്ഷനിൽ വൈയിലെത്തുന്നത് വരെ കൺസംഷൻ സിയിലേക്ക് വർദ്ധിക്കുന്നു. എന്നാൽ സാമ്പത്തിക മാന്ദ്യം മൂലം വരുമാനം വൈയിലേക്ക് തന്നെ കുറയുന്നു. ഇൻകവും കൺസംഷനും ഷോർട്ട് റൺ ഫംഗ്ഷനിൽ ബി ഡിയിൽ കുറയുന്നു. കൺസംഷൻ ഫാൾസ് ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ്ലി ടു ദി ഫാൾ ഇൻ ഇൻകം. ദി ലെവൽ ഓഫ് കൺസംഷൻ ഈസ് C1 instead of Z0. This is due to the fact that as incomes decline, consumers try to maintain their previous level of spending. Consumption remains on the curve BD until income rises to Y2. അതായത് കൺസംഷൻ ലെവലിൽ സിക്ക് പകരം സി ആണ്. വരുമാനം കുറയുന്നതിനനുസരിച്ച് കൺസംഷൻ അവരുടെ മുമ്പത്തെ എക്സ്പെൻഡിച്ചർ നിലനിർത്താൻ ശ്രമിക്കുക എന്നതാണ്. കാരണം ഇൻകം വൈയിലേക്ക് ഉയരുന്നത് വരെ കൺസംഷൻ ബി ഡി ആയിട്ട് തന്നെ തുടരും.
ലോങ് റൺ ഫംഗ്ഷനോടൊപ്പം y എന്നതിനപ്പുറം വരുമാനത്തിൻ്റെ വർധന എന്താണ് വൈയിൽ എത്തുന്നത് വരെ സിയിലേക്ക് അതിൻ്റെ കൺസംഷൻ വർദ്ധിക്കുന്നു. വൈയിൽ മറ്റൊരു മാന്ദ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കൺസംഷൻ ഷോർട്ട് റൺ ഫംഗ്ഷനോടൊപ്പം പിന്നോട്ട് പോകും. അതാണ് FA എന്ന് പറയുന്നത്. വരുമാനം വൈയിലേക്ക് വീഴുമ്പോൾ എന്താണ് ഉപഭോഗം സിയിലേക്ക് മാത്രമേ വീഴുകയുള്ളൂ. Consumption remains on the curve BD until income rise to Y2. A rise in income beyond to Y2 along the long run function until it reaches Y4 result in a rise in consumption to C4. If another recession occurs at Y4, consumption will fall back along the short run function FA. As income falls to Y2, consumption falls only to C3 instead of C2. Consumption remains on the curve FA until income rises to Y4. Thus, Duesenberry's model implies a ratchet effect in that when income falls off, consumption falls less than it rises as income grows along the long run function. അതായത് സി കൺസംഷൻ അത് അവശേഷിക്കുമ്പോൾ എന്താ പറയുക പെർഫെക്റ്റ് ഇൻകം വൈയിലേക്ക് എത്തുന്നു. അതിനാൽ ഇതെന്താണെന്ന് പറയാം, ഡ്യൂസൻബറിയുടെ ഈ മോഡൽ റാറ്റ്ചെറ്റ് എഫക്റ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇൻകം റെഡ്യൂസ് ചെയ്യുമ്പോൾ കൺസംഷൻ ഉയരുന്നതിനേക്കാളാണ് കുറയുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് റൺ ഫംഗ്ഷനോടൊപ്പം വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതാണ് റാറ്റ്ചെറ്റ് എഫക്റ്റിൻ്റെ ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ.